Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Instagram. Simon Varghese Facebook. അല്പസ്വല്പം റീൽസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വെൽക്കംസ് യു ഓൾ. നമ്മൾ ഈ ഒരു കർഷകരുടെ ഓരോരോ സൂത്രപ്പണികൾ കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ അപ്പടി വിദേശ പക്ഷികളൊക്കെ ഇങ്ങനെ ഒന്ന് ഇത് വിതച്ചിരിക്കുന്ന കണ്ട. പക്ഷെ ഇന്നലെ അവർ ഈ ഗിൽറ്റ് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോഴേ ഒറ്റ ഒരു പക്ഷി പോലും അവിടെ ഒന്നും ഇല്ല. മറ്റേ ഒരു പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പറേ കണ്ടോ പക്ഷികളിരിക്കുന്ന കണ്ടോ. ഇവിടെ വിതച്ചില്ല, വിതയ്ക്കാൻ പോകുന്നുള്ളൂ. നാളെ ഞങ്ങൾക്ക് വിതയ്ക്കുമായിരിക്കും ഒരു പക്ഷേ. ഇത് വർഷങ്ങളായിട്ട് ഈ കൃഷിയും ഇവരുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനൊരു പാട്ടത്തിന് ഒത്തെടുക്കാൻ പോലും കിട്ടുന്നില്ല. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ തരാത്തത്. ഓക്കെ, എനിക്ക് കൃഷിയൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഈ കൃഷിക്കാർക്ക് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുക വെച്ച് കൃഷിക്കാർക്ക് ഒരു 2 വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല വിളവും കിട്ടുന്നുണ്ട് അവർക്ക്. പ്രാർത്ഥിച്ചിട്ടാണെന്നും അറിയില്ല, പക്ഷെ എൻ്റെ സന്തോഷം ഞാൻ പ്രാർത്ഥിക്കുക അവർക്ക്. അവർ പറയും, കൃഷിക്കാർ പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് മത്സരിക്കണം താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് UDF ചില ആളുകൾ വന്നു, പക്ഷേ അത്ര അപ്രോപ്രിയേറ്റ് ഓഫറല്ലാത്ത നമ്മൾ പിടിച്ചില്ല. മറ്റാരും വന്നുമില്ല. സന്തോഷം. നമ്മൾ പൊതുവായിട്ട് മത്സരിക്കാനൊരു ആംബിയർ ആയിട്ടില്ലായിരിക്കും അല്ലേ. എന്തായാലും നിങ്ങൾ പറയൂ, ഏതെങ്കിലും വാർഡ്, കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും ഒരു വാർഡ് ഞാൻ നിന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും തോന്നുന്നവർ പറയാമെങ്കിൽ നമുക്കൊന്ന് മത്സരിച്ച് കളയാം. ഓക്കെ, ഏതെങ്കിലും ഒരു വാർഡ് നിങ്ങൾ പറയുക. ഒരു 100-150-200 പേരുടെ സജഷൻ വരികയാണെങ്കിൽ ഞാനത് പിടിക്കും. കോട്ടയം മുനിസിപ്പാലിറ്റിയാണ് നോക്കുന്നത്, ഞാൻ അവിടെയാണ് താമസിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം എൻ്റെ എക്സ്പീരിയൻസ് 35 വർഷം പഞ്ചായത്ത് സർവീസിലുണ്ടായിരുന്നു. അതിൽ 14 വർഷം ഓഫീസറായിരുന്നു. സ്പെഷ്യൽ ഗ്രേഡ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. മോറോവർ അവസാന കാലത്ത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്ത് അത് റെഡിയാക്കിയ ഓഫീസറാണ്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, എൻ്റെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് വേണോ വേണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം എപ്പോഴും നമ്മൾ സ്വപ്നം കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ള നിലയിൽ ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചത് മാത്രമേ. നിർബന്ധമൊന്നുമില്ല, മത്സരിച്ച് അടങ്ങുന്നൊന്നുമില്ല, മത്സരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അഭിപ്രായം പറയുന്നത് മാത്രം. ഓക്കെ, എനിഹൗ ഈ നാട്ടിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ, എല്ലാ കാര്യങ്ങളിലും. ഒരു 20 കൊല്ലം മുമ്പത്തെ കാര്യമാണോ ഇപ്പോൾ കാണുന്നത്? ഭവനങ്ങളുടെ നിർമ്മിതിയാണെങ്കിലും തൊടിയും പരിസരങ്ങളും സൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും കൃഷിഭൂമിയിൽ കൃഷി ഇറക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നല്ലേ. കർഷകർ തന്നെ ഒത്തിരി മാറി. കഠിനമായ രാസവള പ്രയോഗത്തേക്കാൾ കുറച്ചുകൂടെയൊക്കെ അത് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ കൃഷിയിൽ നൂതനങ്ങളായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണമുണ്ട്, നല്ലതുമാണ്, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഓക്കെ, അതുപോലെ എല്ലാ കാര്യത്തിനും മാറ്റം. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ആർക്കും നിലനിൽക്കാനാവില്ല. അത് മതമാകട്ടെ, തൊഴിലാളി സംഘടനകളാകട്ടെ, സർവീസ് സംഘടനകളാകട്ടെ. നമുക്ക് പണ്ടൊക്കെ പകുതി സത്യമേ പറയൂ. ഞാനും ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്നു. അണികളോടെല്ലാം പറയത്തില്ല, പറയാൻ പറ്റത്തുമില്ല. പക്ഷേ ഇനിയിപ്പോൾ അതല്ല, ടെക്നോളജി മാറി. ഇപ്പം നമുക്ക് നമ്മുടെ വിരൽ തുമ്പിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ഒരു കുട്ടിയോട് ഹൗ മെനി ഫിഷസ് ആർ ദെയർ എന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ പേരൻസൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അവർ പറയുന്നു ഫിഷ് എന്ന് പറയുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക.
ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അടിച്ചു. എനിക്കൊരു സംശയം, ഇനി ഞാൻ പഠിച്ച തെറ്റാണ്. അപ്പം അതിൽ പറയുന്നു, മത്തി മാത്രം നമ്മൾ പറയുമെങ്കിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ മതി, എത്ര എണ്ണം ഉണ്ടെങ്കിലും ഫിഷ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ മത്തിയും അയലയും എല്ലാം കൂട്ടിയിരുന്ന കുറേ ഫിഷുകളുണ്ടെങ്കിൽ ഫിഷസ് എന്ന് തന്നെ പറയാം. മനസ്സിലായി? അക്വേറിയത്തിൽ ഫിഷസ് എന്ന് പറയാം, കാരണം പലതരത്തിലുള്ള ഫിഷുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാനത് കറക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് തെറ്റില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ എനിക്കൊരു സന്തോഷം. നമ്മളീ പഠിച്ചിട്ട് തെറ്റ് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ കാലം മാറി, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഗവൺമെൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണേലും ഇപ്പോൾ ഈ ഗവൺമെൻറ് വളരെ സോഫിസ്റ്റിക്കേറ്റഡായിട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. അവരെ കൊണ്ടാവുന്ന എല്ലാവരും ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ പണം ചെലവഴിക്കുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷന് മുടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലുണ്ടായിട്ട് സംഭവമുണ്ട്, അത് നമ്മുടെ ചാനലിനെ വളരെ ദുഃഖിപ്പിച്ചൊരു കാര്യമാണ്. അതായത് ഒരു പേഷ്യൻ്റ് എത്രമാത്രം ബഹുമാനം അർഹിക്കുന്ന ആളാണെന്നുള്ള ചിന്ത ഈ ആശുപത്രിയിലെ അധികൃതർക്കില്ല എന്നുള്ളതാണ് ആ പരിദേവനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഞാൻ പല പ്രാവശ്യം അത് കേട്ടു വായിച്ചു. അതായത് ഒരു അറ്റൻഡർ പോലും ആ രോഗിയുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നത് പുച്ഛത്തിൽ നോക്കുകയാണ്. അവർക്കെല്ലാം പണം വേണമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയാണ് നമ്മുടെ പരിശീലനത്തിൻ്റെ കുറവ് ഞാൻ കാണുന്നത്. നിങ്ങളൊരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നേ, അവിടുത്തെ ഡോക്ടർ ഇതേപോലെ തന്നെ പ്രാവീണ്യം ശ്രദ്ധിച്ച ഡോക്ടർ തന്നെയാണ്. അദ്ദേഹം അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമുക്ക് ഇന്നതാണ് അസുഖം, ഇന്ന മെഡിസിൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്ന മെഡിസിനാണ് താല്പര്യം എടുക്കുന്നത്, അതിന് ഇച്ചിരി സൈഡ് എഫക്ട്സൊക്കെ കുറവുണ്ട്, ഇച്ചിരി വില കൂടിയതാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും ഇന്ന പോലെ മതി, വലിയ കാശൊന്നും ഇല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മരുന്ന് കുറയ്ക്കും. കാരണം പല കമ്പനിയുടെ ഒരേ മെഡിസിൻ പല വിലയാണ്. പക്ഷേ ക്രിട്ടിക്കൽ കേസിൽ അവരുടെ ഇഷ്ടത്തിന് തന്നെ പറയും, കാരണം അവിടെ ഒരു ചോയ്സ് ഇല്ല. അങ്ങനെയാണ് വേണ്ടത്. ഇവിടുത്തെ പരിദേവനം എന്താ? എന്നോട് ഒരു കാര്യവും ഒരു ഡോക്ടറും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ആൻജിയോഗ്രാം ചെയ്യാത്തത്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാത്തത്? തീർച്ചയായിട്ടും ഒരു ഡെഫിനറ്റ് റീസൺ കാണും. യെസ്. പക്ഷെ അവർ പറയുന്നില്ല. ആ രോഗിയോട് പറയണം, നിങ്ങൾക്ക് ഇന്ന ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്യാത്തത്, താമസിക്കുന്നത്, വി ആർ വെയിറ്റിംഗ് ഫോർ ഗെറ്റിംഗ് അപ്പ് യുവർ ഹെൽത്ത് വെൽ എന്ന് വേണേൽ പറയാം. ഇതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആ രോഗി എന്താ വിഷണ്ണനായി വിഷമിച്ചിരിക്കുക. ഒരു നേഴ്സ് മിണ്ടുന്നില്ല, നേഴ്സിംഗ് ഓഫീസർ മിണ്ടുന്നില്ല, അറ്റൻഡർ മിണ്ടുന്നില്ല. അവർക്ക് മുമ്പിൽ ഈ പറയുന്ന അറ്റൻഡർ പോലും ദൈവമാണ്. രോഗിക്ക് ഡോക്ടർ ഒട്ടും പറയുന്നില്ല. ഡോക്ടർ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, എന്തെങ്കിലും എഴുതിയിട്ട് പോകും. അങ്ങനെ പാട് ഞാൻ പറയുന്നൊരു പുതിയ സംസ്കാരം നമുക്ക് ആ മേഖലയിൽ വേണം. ഹെൽത്ത് മിനിസ്റ്റർ ശ്രദ്ധിക്കണം. നമ്മുടെ ചാനലിൽ ധാരാളം പേർ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് മിനിസ്റ്റർ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ, ഏതൊരു ഡോക്ടറാണെങ്കിലും ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചാൽ അവൻ്റെ സ്ഥിതി അവനോട് സംസാരിക്കണം. ഇന്നതാണ് നിൻ്റെ കണ്ടീഷൻ, നിനക്ക് ഇന്ന മെഡിസിൻ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്, അല്ല ഇവിടെ ഇന്ന തിരക്കുണ്ട്, ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, ഇതിലും ഗുരുതരമായ ആളുകൾ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ 10 ദിവസം എടുക്കും, അല്ലെ 5 ദിവസം എടുക്കും എന്ന് സത്യസന്ധമായി പറയാൻ, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് നിരീക്ഷിക്കാൻ ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും വേണം. ഇത്രായിരം കോടി രൂപ മുടക്കി വലിയ വലിയ ആശുപത്രികൾ പണിതിട്ടിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ അതിന് രോഗികളെ കാണാനും അവരുടെ അഭിപ്രായം തേടാനും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെ വിടണം. ഇഷ്ടംപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ വിടണം. എന്താണ് പ്രശ്നം? ഈ രോഗിയായിട്ട് കിടക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പോൾ അതിൽ നക്ഷൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം ഗവൺമെൻറ്റിലേക്ക്, നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ഈ പോക്ക് ഒരിക്കലും ആരോഗ്യ കേരളത്തിന് ചേർന്നതല്ല. ഇതിപ്പോൾ മുൻ മന്ത്രി ടീച്ചറായിരുന്നെങ്കിൽ ഈ വിഷയം കേട്ടപ്പോൾ അതിൽ അടിയന്തരം ഇപ്പോഴത്തെ മന്ത്രി ഇടപെടുന്നുണ്ട്, ഇല്ലെന്നല്ല, ഈ ഇടപെടുമ്പോൾ പോലും ജനങ്ങൾക്ക് കുറച്ചും കൂടെ അപ്രിഷിയേഷൻ ഉണ്ടായേനെ. എന്നുവെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ തോന്നിയേ.
ഇപ്പോഴത്തെ മന്ത്രി ഒത്തിരി ഓടുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞ ഇത്തരത്തിൽ ഇപ്പോൾ കോട്ടയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട് അനുഭവം കൂടെ ഞാൻ പറയാം. നടന്ന സംഭവം, പുള്ളി ഒരു ഈ മൊബൈൽ മോർച്ചയൊക്കെ ബിസിനസ് നടന്ന ഒരാളാണ്. തല ഇറങ്ങി 1-2 പ്രാവശ്യം തല ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലോക്കൽ ആശുപത്രിയിലൊക്കെ പോയി. അപ്പോൾ അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ ചെന്ന് 5 ദിവസം ഈ ആശാൻ കിടക്കുക. അയാൾക്ക് വയറിന് വേദനയായി, പൊക്കിളിന് വേദനയായി, ആരും മൈൻഡ് ചെയ്ത്. അവസാനം ഏതോ രോഗിയുടെ കൂട്ടിരിപ്പുകാരോ മറ്റോ പറഞ്ഞിട്ട് അവർ നേരെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് അന്ന് തന്നെ ആൻജിയോഗ്രാമായി, ആൻജിയോപ്ലാസ്റ്റിയായി. ഇപ്പോൾ അവൻ ഇതിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയാം, അപ്പോൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിൽ ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് മനസ്സിലായോ. പക്ഷേ ഇത്തരം പല കേസും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ആതുരാലയത്തിൽ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട്. എന്തെല്ലാം ചെയ്താലും പാവപ്പെട്ട ഇത്തരം ആളുകൾ, പാവപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് പണക്കാരനായാലും രോഗിയായി ആരും ഇല്ലാതെ നിസ്സഹായനായി കിടക്കും, അവനെയും പാവപ്പെട്ടവനെ ഞാൻ കൂട്ടുന്നു. അവരുടെ കരച്ചിൽ കാണാതിരുന്നുകൂടാ. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോട്ടയം മെഡിക്കൽ കോളേജ് കാര്യം ഞാൻ പറഞ്ഞത്. ഇത് തെളിവ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആരെങ്കിലും എന്നെ ഒന്ന് അന്വേഷിച്ച് വന്നാൽ ഞാൻ ആ ആളെ കാണിച്ചു കൊടുക്കാം. അതാണ് സ്ഥിതി. അപ്പോൾ അത് ആവർത്തിക്കാൻ പാടില്ല. എന്തുമാത്രം ചെയ്താലും അത് കളഞ്ഞു കുളിക്കരുത്. അതുകൊണ്ട് അടിയന്തരമായി ആ വിഷയം നോക്കണം. എല്ലാ ആശുപത്രികളും സ്ക്രൂട്ടിനിയും നമ്മൾ പറയും. ഏത് കാര്യവും സ്ക്രൂട്ടിനി ചെയ്യണം. നമ്മളിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് പണം പമ്പ് ചെയ്ത് കൊടുത്ത്, ഫെസിലിറ്റീസ് പമ്പ് ചെയ്ത് കൊടുത്ത്, വിദഗ്ധന്മാർ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്ത്, നേഴ്സിംഗ് ഓഫീസർമാരെ പോസ്റ്റ് ചെയ്ത് പിന്നെ ഇരുന്നെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. ഇവരെന്ത് ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ നോക്കണം. യു മസ്റ്റ് സെൻഡ് സം ഒഫീഷ്യൽസ്. ഇവിടെ എന്താ നടക്കുന്നത് അറിയാൻ വേണ്ടി ഓഫീസിൽ പോകണം. ഈ രോഗികളോട് ചോദിക്കണം എന്താണ്. അവർ നേരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവർ നേരെ ഹെൽത്ത് മിനിസ്റ്റർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിനൊരു ഓഫീസ് സംവിധാനം വേണം. അങ്ങനെ വന്നാൽ ഇത് സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകും. ഒരു ഡോക്ടറും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറത്തില്ല. രോഗിയെ പരിശോധിച്ചാൽ അത് ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്, അവന് പണമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവൻ്റെ റൈറ്റാണ്. എൻ്റെ അസുഖം എന്താണ്, എനിക്ക് എന്ത് മെഡിസിൻ തരും, അത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ചികിത്സ ആരംഭിക്കും, എന്ത് തരം ചികിത്സ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ കാത്ത് ലാബ് ഫ്രീ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഈ വിവരങ്ങൾ അവനോട് പറയണം. അപ്പോൾ ചുരുക്കം ചില ആളുകൾ ഹെൽത്ത് കാർഡൊക്കെ ഉള്ളവരായിരിക്കും, അവർ വേറെ ആശുപത്രി പൊക്കോളൂ, ഇവിടെ ഇട്ട് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നും പറയാതെ. പറഞ്ഞു കേട്ടില്ല അയാളുടെ പരിധവനം കണ്ടോ. എന്നോടൊരു അറ്റൻഡർ പോലും അവരെല്ലാം പുച്ഛത്തോടെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു. വളരെ സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ അത് ഒരു നാടിൻ്റെ സങ്കടമായി എടുക്കണം. അത് ഗവൺമെൻറ് ഇടപെടണം. എത്രയെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും ഇത്തരം ചെറിയ ചെറിയ ഇതൊക്കെ ചെറുതായിട്ട് സംഭവിച്ചു പോയതായിരിക്കാം, പക്ഷേ ഇനി ആവർത്തിക്കരുത്. അതേ സെയിം സിറ്റുവേഷൻ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉണ്ട്. അത് ഈ മെഡിക്കൽ കോളേജിൻ്റെ 5 കിലോമീറ്റർ അടുത്ത് താമസിക്കുന്ന ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഇതുപോലെ അറ്റാക്ക് വന്ന് കൊണ്ടുവന്നിങ്ങനെ സ്ട്രെച്ചറിൽ കിടക്കുക. അപ്പോൾ അതിന് മുമ്പ് 3 സ്ട്രെച്ചർ കിടപ്പുണ്ട്. അവരെല്ലാം ഹാർട്ടിൻ്റെ വന്നതാണ്. പിന്നെ 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി. അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തനായ വാക്താവും കൂടിയാണ്. അദ്ദേഹം അവസാനം മകനോട് പറഞ്ഞു, മോനെ നോ വേ. അപ്പം ഞങ്ങളൊന്നും അറിയുന്നില്ല, അറിഞ്ഞാൽ അതിന് ചെയ്യേണ്ട കാര്യം നമുക്കറിയായിരുന്നു. പക്ഷേ അവർ നേരെ ഇതുപോലെ തന്നെ കാരിത്താസിൽ പോയി ആ രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്ത് അവനിപ്പം ജീവിച്ചിരുന്ന് ഇതേ സ്ഥാനത്തിൻ്റെ ശക്തനായ പ്രവർത്തകനായിട്ട് നടക്കുന്നു. അവന് പരിപാടിയും പരിഭവമൊന്നുമില്ല. അവനും പറഞ്ഞു ക്യൂ അല്ലേ, മെഡിക്കൽ കോളേജല്ലേ. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ ഓക്സിജൻ കൊടുക്കാനോ സ്ട്രെച്ചറെ വന്ന് പരിശോധിക്കാനോ ഉള്ളൊരു ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജാണ്, തിരക്കുണ്ട്, നമുക്കറിയാം. തിരക്കില്ലാത്തപ്പോഴും നമ്മൾ പോയിട്ടുണ്ട്, തിരക്കുള്ളപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ വളരെ ഗൗരവത്തോടെ അത് കാണാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. തീർച്ചയായിട്ടും രോഗിക്കും അത് എന്ത് ചികിത്സയാണ് എനിക്ക് ലഭിക്കുന്നത് അറിയാനുള്ള അവകാശമുണ്ട്, അവൻ്റെ ഹ്യൂമൻ റൈറ്റ്സാണ്. അത് പരിപാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. വളരെ ഗൗരവത്തിൽ വന്ന് ഉച്ചത്തോടെ
ഈ കിടക്കുന്നതൊക്കെ പട്ടിണി പാവങ്ങളാണെന്നുള്ള ഭാവത്തിൽ അവൻ്റെ ഇതിൽ എന്തോ കുറിച്ചിട്ട് പോയാൽ പോരാ. ഹി മസ്റ്റ് ടോക്ക് വിത്ത് ഹിം ഓർ ഹെർ. പറയണം എന്താണ് നിങ്ങളുടെ രോഗങ്ങൾ, ഇന്ന മരുന്നാണ് ചെയ്യുന്നത്, എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? അവൻ്റെ പ്രധാന പരാതി അവനോട് ഒരാളും വേണ്ടി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചത് തന്നെ ആരും വേണ്ടിയില്ല. ഒരു ഫ്രണ്ട് 5 ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് ആരും വേണ്ടിയില്ല, അവസാനം പോയി. അപ്പം എവിടെയോ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. ലോകോത്തരമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഈ ചെറിയ കാര്യം ഒന്ന് നമ്മുടെ ഗവൺമെൻറ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നം കൂടെ തീർക്കണം എന്നാണ് ഭവ്യതയോടുകൂടി ആദരവോടുകൂടി എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.